السلام عليكم ورحمة الله وبركاته. الحمد لله على كل حال ونعوذ بك من حال أهل النار. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധി അള്ളാഹു നമ്മുടെ ഒരുമിച്ച് ഉടനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് റമദാൻ 17 അതുകൊണ്ട് ബദറുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ബദർ കഴിഞ്ഞ കാലമാണ്, ഭൂതകാലത്തുള്ളതാണ്. വർത്തമാനകാലത്ത് ഇന്നൊന്നരയൊക്കെ ആയിട്ട് നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഫലസ്തീനിൽ ഗസയിൽ വലിയ നരമേധങ്ങൾ, കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും മക്കളും സ്ത്രീകളൊക്കെ ആയിട്ട് 500-ലധികം ആളുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്കാരും വിശദീകരിച്ചു തരേണ്ട കാര്യമില്ല. അതൊക്കെ ഇനി അറിയില്ലെങ്കിൽ അത്രയ്ക്കുള്ള ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് ഗസ, ഫലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസ് ഒന്നും അറിയില്ലെങ്കിൽ ഇനി നോമ്പും സക്കാത്തും ഈ തറാവീഹും നമസ്കാരമൊക്കെ ഒരു കട്ട പുകയും. നാടറിയാത്ത ആടിനെന്ന് അങ്ങാടി മണിമെന്ന് പറഞ്ഞ മാതിരി നാട്ടിലെന്ത് നടക്കുന്നു എന്നൊരു വിവരവും അറിയാതിരിക്കുകയും എന്നിട്ട് നിസ്കാരവും നോമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനൊരു പോക്കൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലേക്കിനെ ഇപ്പൊ കടന്നു പോകുന്നു. പക്ഷെ അറിയാതിരിക്കാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ ഒക്ടോബർ അല്ല, അതിന്റെ ഒക്ടോബർ മുതൽ നമുക്കൊക്കെ മുസ്ലിം ലോകത്തും മൊത്തം ലോകത്തുടനീളം 800 കോടിയോളം താമസിക്കുന്ന ഈ ഭൂമി ലോകത്ത് ഇന്നതിന്റെ കിബിലാന്നോ ഷിയാറെന്നോ ദിശാകേന്ദ്രമെന്നോ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം, എതിരാളികളും അനുകൂലികളും ഒക്കെ തിരിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ വജഹക ഷത്റൽ മസ്ജിദുൽ ഹറാം, ഖുർആനിൽ അങ്ങനെ പ്രയോഗമുണ്ട്. നിങ്ങളുടെ എവിടെ പോയാലും നിങ്ങൾ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിഞ്ഞു നിൽക്കണം. അത് കിബിലയും ധാർമ്മികതയും സംസ്കാരവും മൂല്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. നിലപാടുകൾ മസ്ജിദുൽ ഹറാമിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നൽകാം. ഇന്നതുപോലെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫലസ്തീൻ, മസ്ജിദുൽ അഖ്സ, ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായി ഗസ യഥാർത്ഥത്തിൽ ലോക മുസ്ലിം സമൂഹത്തിന്റെ കേന്ദ്രബിന്ദുവായി, മനുഷ്യ സമൂഹത്തിന്റെ തന്നെ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബദർ യുദ്ധത്തിനെ കുറിച്ച് ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നുണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും, ഇരുട്ടും വെളിച്ചവും, ക്രമോ അക്രമോ, നീതിയും അനീതിയും, ധർമ്മോ അധർമ്മോ ഒക്കെ തിരിച്ചറിയാനുള്ള ദിവസമാണ് ബദർ. അന്ന് തോറ്റവരാരാണോ അവരാണ് അധർമ്മകാരികൾ, അന്ന് ജയിച്ചവരാരാണോ അവരാണ് ധർമ്മത്തിന്റെ, ശരിയുടെ, നീതിയുടെ, സത്യത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നത്. അത് വിശദീകരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ബദർ യുദ്ധത്തിനെ കുറിച്ച് ഖുർആൻ അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചകർ ഏറ്റുമുട്ടിയിട്ടുള്ള ദിവസം. യഥാർത്ഥത്തിൽ ഇന്ന് വർത്തമാനകാലത്ത് വേറെ കുറെ യുദ്ധങ്ങളുണ്ട്. ഫാസിസവും നാസിസവും ക്യാപിറ്റലിസവും ഒക്കെ വാണിജ്യ യുദ്ധങ്ങളും വ്യാപാര യുദ്ധങ്ങളും സാമുദായിക യുദ്ധങ്ങളും ജാതി യുദ്ധങ്ങളും മതയുദ്ധങ്ങളും ഒക്കെ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്നും യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്നത് അവനാന്റെ താന്തോന്നിത്തരവും തമ്മാടിത്തരമൊക്കെ നടത്താൻ വേണ്ടി വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഒക്കെ മുകളിൽ നടത്തുന്ന അടിഞ്ഞാട്ടങ്ങൾ ലോകത്തെ ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗസ യൗമുൽ ഫുർഖാനാണ്, ഇസ്രായേലും യൗമുൽ ഫുർഖാനാണ്. ഒന്ന് ഇബ്ലീസാണ്, ഒന്ന് ഇസ്ലാമാണ്. ഇതേ ഉള്ളൂ ലോകത്ത്. ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുന്നവരൊക്കെ അബൂലഹബാണ്, അബൂജഹലാണ്, വലീദ് ഇബ്നു ഉദൈറയാണ്. അങ്ങനെ ആ നീണ്ട നിരയിൽ ഫറോവയും ഹാമാനും കാമാനും ഒക്കെ ആയിട്ട് വിശുദ്ധ ഖുർആൻ ആരൊക്കെ വെച്ചിട്ടുണ്ടോ അതാണ് ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുന്ന ലോകത്തെ സകല സംവിധാനങ്ങൾ. അത് വ്യക്തിയാണെങ്കിലും ശരി, പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി, മീഡിയകളാണെങ്കിലും ശരി, സിനിമയും സാഹിത്യവും ശാസ്ത്രവും എന്താണെങ്കിലും ശരി, അതൊക്കെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഗസയുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ പക്ഷം, ഹിസ്ബുല്ലാ, അള്ളാഹുവിന്റെ ടീം. അതാണ്. അത് വളരെ കുറച്ചാണ്. നമ്മൾ വിചാരിക്കുന്ന മുസ്ലിം ലോകങ്ങൾ പോലും അള്ളാഹുവിന്റെ റസൂല് ബദറിന്റെ തലേ ദിവസം നിന്നിട്ട് നീണ്ട പ്രാർത്ഥന നടത്തുന്നുണ്ട്. അള്ളാഹുവേ, ഈ വാഗ്ദാനം ചെയ്തതിപ്പോ എവിടെ? ഞങ്ങൾ ഈ ചെറിയ സംഘം തീർന്നു പോയ കഴിഞ്ഞു കഥ
പിന്നെ അനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ഇവിടെ ഒരാളുണ്ടാവില്ല. ഞങ്ങൾ ഈ ചെറിയ സംഘം 300, 313, 317 എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ആ സംഘടന, ഈ ഒരു ചെറിയ സംഘമാണ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ. അതുകൊണ്ട് ഈ ഞങ്ങളെ സഹായിക്കണം. നിന്റെ കരാറുകളും വാഗ്ദാനങ്ങളും അവിടെ. ഈ പ്രാർത്ഥന പുതിയ കാലത്ത് ഗസ്സ എണീച്ചു നിൽക്കണം. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി, മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി, ഫലസ്തീന് വേണ്ടി, അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് പോയാൽ മനുഷ്യന് വേണ്ടി, സത്യത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, വിശുദ്ധ വേദഗ്രന്ഥം ഖുർആനിന് വേണ്ടി, എല്ലാ ഖുർആനുകൾക്കും വേണ്ടി, തൗറാത്തും ഇഞ്ചീലും മുമ്പിറങ്ങിയ വേദങ്ങൾക്കൊക്കെ വേണ്ടി, എല്ലാ പ്രവാചകന്മാർക്കും വേണ്ടി ഈ ഒരു കൊച്ചു സംഘമല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു നട്ടെല്ല് നിവർത്തിയുണ്ട്? നമ്മുടെ രണ്ടാള് തല്ലൂടാണെങ്കിൽ ഒരാൾ ഇടപെട്ടിട്ട് അവസാനമായിരുന്നു സത്യം പറയുന്നത്. രണ്ട് അയലോക്കക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. രണ്ട് റോട്ടിന്റെ കിഴക്കും പടിഞ്ഞാറും പന്തടി മുതൽ എവിടെ ഏറ്റുമുട്ടിയാലും അതിനൊക്കെ അവസാനം ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ ഒരുത്തനും നട്ടെല്ല് നിവർത്തി അന്തസ്സോടുകൂടി ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടി രംഗത്ത് വരിക എന്നുള്ളത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഇബ്ലീസ്, താഗൂത്ത്, ശൈത്താന്, മുനാഫിക്ക്, ബാലിമ്, ഫാസിഖ്, ഖുർആൻ എന്തൊക്കെ പറഞ്ഞത് യഹൂദന്മാരല്ലോ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സയനിസം, അതുപോലെ എല്ലാ യഹൂദന്മാരും കിതാബി എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കുക. യഹൂദരിലും ക്രിസ്ത്യാനികളിലും ഒക്കെ നല്ലവരുണ്ട്, അത് വേറെ ചർച്ചയുള്ള വിഷയമാണ്. അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അപകടകാരിയാണ്. അതിനെ പിന്തുണക്കുന്ന അമേരിക്കയും അപകടകാരിയാണ്. അതിന്റെ രാഷ്ട്രീയ പോളിസി എന്ന് പറയുന്നത് വളരെ മാരകമാണ്, വളരെ ഭീകരമാണ്. ട്രംപ് പറയണം നരകമാക്കും. അയാൾക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? അയാൾക്ക് ഇനി എന്താ കിട്ടാൻ പോകണം? അള്ളാഹു എന്താണ് അയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഭൂമിയിലെ നരകം കിട്ടി ഗസ്സയെ നരകമാക്കും. ആയുധങ്ങളില്ലാത്ത, പാർപ്പിടങ്ങളില്ലാത്ത, ജനവാസ സൗകര്യങ്ങളില്ലാത്ത, ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നതിനേക്കാൾ ഭീകരമായി നിലംപതിച്ചൊരു പ്രദേശത്തിന്റെ മുകളിൽ താഴെക്കൂടിയും വന്നിട്ട് കുട്ടികളും പെണ്ണുങ്ങളെയൊക്കെ ആക്രമിച്ചിട്ട് വൃത്തികെട്ടവന്മാരെ വിളിച്ചു പറയാണ് ഈ തമ്മാടികൾ, ലാലിമീങ്ങളും ഫാസിഖീങ്ങളും ഞങ്ങൾ നരകാക്കും. എന്താണ് ഇവരുടെ ധൈര്യം? ഇവരൊക്കെ ആണുങ്ങളാണ് യഥാർത്ഥം. ഇവര് രാക്ഷസന്മാരാണ്, മനുഷ്യന്റെ രൂപം കൊണ്ടിട്ടുള്ള താവൂത്തുകൾ, അപകടകാരികളായ അക്രമകാരികളാണ്. അവരാണ് ഈ വശം ഇന്നിപ്പോ വീണ്ടും. പക്ഷെ അതിന്റെ ഒരു മറുവശം കിട്ടും. എനിക്ക് തോന്നാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെങ്ങളെ നമ്മളിപ്പോ യുദ്ധമൊക്കെ നിർത്തി ഗസ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ ഇന്ത്യങ്ങളെ പ്രാർത്ഥനയിലുണ്ടാവും. പലസ്തീൻ വരും, ഗസ വരും, ബൈത്തുൽ മുഖദ്ദസ് വരും, ഇസ്ലാമിന്റെ ഭാവികാല സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരും, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണർവുകൾ ലോകത്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മസ്ജിദുൽ അഖ്സയാണ്, അത് പലസ്തീനാണ്, അത് ഗസ്സയാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ കൊണ്ട് വെടിപൊട്ടിപ്പിക്കണം എന്നുള്ളത് കൂടി അങ്ങനെ തന്നെ വെച്ചോ. ഉദ്ദേശിക്കുന്നത് അള്ള ചെയ്യിക്കുന്നവനാണ്. അള്ള ഉദ്ദേശിച്ചത് അള്ള ചെയ്യിക്കും. അപ്പോഴാണ് ഇസ്രായേൽ ഒന്നും കൂടി ക്യാൻവാസിൽ പൊളിയാണ്. എന്താണ് ഈ രാജ്യം? എന്താണ് ഇതിന്റെ നിലപാട്? ഇതിന് ലോകരാഷ്ട്രീയത്തിൽ എന്താണ് ഇതിന്റെ സ്ഥാനം? ആരാണ് ഇതിനോട് പറയാറുള്ളത്? ഇത് ഏത് കേസിലുള്ള എന്ത് തരത്തിലുള്ള രാജ്യമാണ്? അതിന്റെ ഓരോ തുണിയും അടിവസ്ത്രമടക്കം ഉരിഞ്ഞ് അള്ളാഹു സത്യനീതിയും ഞാനുള്ള ആളുകളുടെ മുമ്പിൽ ഇസ്രായേലിനെ ഇങ്ങനെ ഉരിഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന നെറികെട്ട വൃത്തികെട്ട രാജ്യത്തെ അതിനെതിരെയുള്ള പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഉള്ളു തട്ടി പുറത്തു വരണമെങ്കിൽ അതൊക്കെ നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഗസ്സയിലേക്ക് ആ സംഘത്തിന് വേറെ എവിടെ മന്ത്രികാര് ഇവിടുത്തെ ഔറംഗസീബും ബലൂചിസ്ഥാനിലെ ബോംബ് സ്ഫോടനവും അതുപോലെ തന്നെ ലബനാനിൽ ആക്രമണവും സിറിയയിൽ നടക്കുന്ന ആക്രമണമൊക്കെ ഒരേ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നമ്മളിതൊന്നും തിരിച്ചറിയാതെ ഇവിടെ ഇന്ത്യ വേറെയാണ്, പാകിസ്ഥാൻ വേറെയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന നിറികെട്ട രാജ്യം, അതിന്റെ അപകടകരമായ നീരാളികൈകൾ ലോകത്തുടനീളം വിലക്കെടുക്കപ്പെട്ടവരും വിൽക്കപ്പെട്ടവരും കച്ചവടം ചെയ്യപ്പെട്ടവരുമായ രാഷ്ട്രീയ, മത, സാമൂഹിക, ശാസ്ത്ര, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയുള്ള വിലക്കെടുക്കപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലിപ്പോ, ഇന്ത്യയിലിപ്പോ ഔറംഗസീബല്ല, ഔറംഗസീബിനെ തൊട്ടുകളിക്കുകയാണ്. വഖഫുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രംഗത്ത് വരാൻ പോവാണ്. ഇതിനെ ചെറുക്കണമെങ്കിൽ സംഘപരിവാറിന് വേറെ വഴിയൊന്നുമില്ല. പോരാടി തന്നെ വേണ്ടിയിരുന്നു, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ തലമുറയെ രക്ഷിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ പോകാനൊന്നും വേറെ സ്ഥലമൊന്നുമില്ല. പൊരുതി നിലനിൽക്കേണ്ടി വരും. ഗസയെപ്പോലെ ഗസന്റെ ധൈര്യം അതാണ്.
എന്താ ഓർക്ക് പോയാൽ പോരെ, അവർക്ക് അവിടുന്ന് വിട്ടാൽ മതിയായിരുന്നു. ഓഫറുകളൊന്നും നിങ്ങൾ ട്രംപ് കൊടുക്കും പൈസ. നിങ്ങൾ ആഫ്രിക്കയ്ക്കോ സുഡാനിക്കോ ജോർദാനിക്കോ സൗദിക്കോ, സൗദിയൊക്കെ സ്വീകരിക്കും. പോരാ, സൗദി ഒന്നും വിളിക്കാത്തതെന്താന്ന് വെച്ചാൽ പോരൂലെന്നുള്ളതുകൊണ്ടാ, വിളിച്ചു മാനം കിട്ടും. അതുകൊണ്ടാണ് ഇത് വരേണ്ടത് തന്നെയാണ്. സൗദിയൊക്കെ വിളിച്ചാൽ സൗദി അറേബ്യയൊക്കെ വിളിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് പോര്, നാം ഇവിടെ ഇരിക്കാലോ എന്ന് പറഞ്ഞാൽ കസ പറയില്ല. ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചതാണ്, ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ജീവിച്ച് ഈ മണ്ണിൽ മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല, പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിനെയും അതിന്റെ സംവിധാനങ്ങളെ ഒന്നും കൂടി ഇന്ത്യയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. റമളാനാണ്, ശരിക്കും നിങ്ങൾ അല്ലാഹുവോട് പറയും ആ സംഘത്തിന് വേണ്ടി അവരൊക്കെ നിലനിൽക്കാറില്ല. ആ മരണം ഒരു പ്രശ്നമൊന്നുമല്ല, അതിലൊന്നും ഇടങ്ങാറാവണം. ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗത്തിന് പകരം നിങ്ങളുടെ സമ്പത്തും ശരീരമൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ധാരാളം വിശദാംശങ്ങൾ വേണ്ടൊരു ഭാഗമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മനോഹരമായ അധ്യായങ്ങൾ. തങ്ങളെ തന്നെ അള്ളാഹ് നമ്മളേറ്റ് കച്ചവടം നടത്തി തന്നാല് നമ്മളൊക്കെ അള്ളാന്റെ ആള്. പിന്നെ ഇപ്പൊ നമ്മളേറ്റ് കച്ചവടം നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ അള്ളാന്റെതാണ്. നമ്മളുടേതല്ലല്ലോ. ഞാൻ എന്റേതല്ല, എന്റെ ഇതൊന്നും എന്റേതല്ല, ഇതൊക്കെ അള്ളാഹു ചെയ്ത അപാരമായ മണ്ണിട്ടുകളാണ്. എന്നിട്ടും അള്ളാഹ് പറയണം, ഞാൻ എന്നോട് കച്ചവടത്തിന് വന്നിരിക്കുക. ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഉൽക്കോല സ്വത്തും മക്കളും കുട്ടികളെയും നേതാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗസേന്ന് ഒരു വിടാൻ സന്നദ്ധരാണെങ്കിൽ യൂറോപ്യനും പാശ്ചാത്യനും അറബ് രാജ്യങ്ങളും മുസ്ലിം സംഘടനകളും ഒക്കെ സ്വീകരിച്ച് എഴുന്നള്ളിച്ച് എവിടെയും കൊണ്ടുപോകുന്നില്ല. പക്ഷെ യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ പോരാടാൻ തീരുമാനിച്ചു. അവർ വധിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം ഭാഗങ്ങളുണ്ട്. അവർ മറ്റുള്ളവരെ വധിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹമാസിന്റെ പോരാളികൾ ഇസ്സുദ്ദീൻ ഖസ്സാം എന്നൊക്കെ പറയുന്ന സംഘം നടത്തുന്ന അത്യുജ്വലമായ പോരാട്ടങ്ങൾ നിരപരാധികളൊന്നുമല്ല, ഇസ്രായേലിന്റെ എണ്ണം കുറഞ്ഞ മേധാവികൾക്കെതിരെ പിടിച്ചു നിന്ന് പോരടിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വെറുപ്പിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘം അവർ അല്ലേ പറയുന്നത്, അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ വധിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ചെറിയ കുട്ടികൾ മുതൽ അതിന്റെ പ്രിയപ്പെട്ട തലയെടുപ്പുള്ള ലോകത്തിലെ അത്യുജ്വല നേതാക്കന്മാരടക്കം വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാഴനാലേക്ക് അള്ളാഹ് ഉറപ്പിച്ചു പറഞ്ഞ കരാറാണ്. ശരീരവും സമ്പത്തും അള്ളാഹ്ക്ക് വേണ്ടി കച്ചവടം ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും എല്ലാ വേദങ്ങളിലും പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോടില്ല. അള്ളാഹിനെക്കാണ് കരാർ പൂർത്തീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ റമദാനിന്റെ 17-ലും? ഒരിക്കൊക്കെ ഇന്നലെ 17 റമദാൻ 17 ചുട്ടുകൊള്ളുന്ന കരണ്ടുമില്ല, വെളിച്ചമില്ല. നമുക്ക് തറാവിക്കന്നെ ഇവിടെ ഇപ്പൊ എന്നോട് ഇന്നലെ ഒരു സുഹൃത്ത് ഇരുന്നപ്പോ പറഞ്ഞു, നിങ്ങളുടെ ചെറുപ്പക്കാരെ കേൾപ്പ് എണീച്ചു പോവാണ് ഇവിടെ നിന്ന്. ഒരു റോട്ടിൽ ഇരുന്നിട്ട് വർത്താനം പറയണം, അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ആരോടാ ഇതൊക്കെ പറയാ, എവിടെയാ നമ്മൾ പറയാ, എങ്ങനെയാ നമ്മൾ പറയാ? ഒരു നിസ്കാരം കഴിഞ്ഞ സ്ഥലം വിടിയ ഉടനെ വിടുന്നുണ്ട്. നിങ്ങളൊന്ന് റോട്ടിൽ കൂടെ നടക്കണം. നമ്മളിവിടെ സ്കരിക്കാൻ നിൽക്കല്ലേ, റോട്ടിൽ കൂടെ നടക്കാൻ നമുക്ക് നേരമില്ലല്ലോ. വെറുതെ തെരുവോരങ്ങളിലും കണ്ട വീടുകളുടെ മുന്നിലും ഒക്കെ ഇരുന്നിട്ട് ഒരു സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനൊന്നും നേരം കിട്ടണില്ല. കാരണം അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ മണ്ണിലേക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഇടകളുടെ ശരീരം മയ്യത്തായി നമ്മുടെ മുമ്പിൽ എത്താൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ വാർത്തയും നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ ജഡങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ ശരീരങ്ങളായി നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. നമ്മുടെ വീടുകൾ തകർക്കപ്പെട്ടിട്ടില്ല. സുഖസുഷുപ്തിയിലും സൗകര്യങ്ങളിലും മികച്ച സംവിധാനങ്ങളിലൊക്കെയാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹ് പറയണം, അള്ളാഹ് നൽകിയ വാഗ്ദാനങ്ങളെക്കാൾ അതുകൊണ്ട് ആ 500 ആളും അതിന്റെ മുമ്പ് പോയ 60,000-ഉം അതിന്റെ മുമ്പ് പോയിട്ടുള്ള അതിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരും ഒക്കെ അള്ളയിട്ട് ഏറ്റവും നല്ല കച്ചവടമാണ് നടത്തിയിട്ടുള്ളത്. അതിനേക്കാൾ വലിയ കച്ചവടം നടത്തുന്നവന് ആരാളുള്ളത്? പോലെ കച്ചവടം പരാജയപ്പെട്ടവരെല്ലാവരും തോൽക്കാൻ പോകുന്നത് ഇസ്രായേലാണ്. ഒരു പേടികൾ പേടിക്കില്ല. തകരാൻ പോകുന്നത് അമേരിക്കയാണ്. തകരാൻ പക്ഷെ കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഖുർആൻ ധാരാളം വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക ആ ഒരു സംഘത്തിന് വേണ്ടി. ഞാൻ അവസാനിപ്പിക്കുന്നു.
അള്ളാഹു ഗസ്സയെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുള്ള കരുത്തു നൽകി നീ അവരെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ അവരെക്കാൾ വലിയ ഭീകരന്മാരെ അവർക്ക് നീ മുകളിൽ ആധിപത്യം നൽകി അവരെ നിസ്സഹായരാക്കലേ തമ്പുരാനെ. അള്ളാഹുവെ വിപ്ലവകാരികളും പോരാളികളുമായി ശത്രുക്കൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ എല്ലാ അവസരങ്ങളും സൗകര്യങ്ങളും നൽകി ആ സംഘത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ അതിജീവനത്തിന് വേണ്ടിയുള്ള അതിഗംഭീരമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന നിന്റെ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി, മസ്ജിദുൽ ഹറാം പോലെ, മസ്ജിദുൽ നബവി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി അത്യുജ്വലമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർ തകർക്കപ്പെട്ടാൽ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ആരാണുള്ളത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. അല്ലാഹുവേ ആ സംഘത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന്റെ കുട്ടികൾ, അതിന്റെ സ്ത്രീകൾ, അതിന്റെ ചെറുപ്പക്കാർ, അതിന്റെ നേതാക്കന്മാർ രക്തസാക്ഷികളായി എല്ലാ ദിവസങ്ങളിലും നിന്നിലേക്ക് യാത്ര തിരിക്കുന്നു. വളരെ മനോഹരമായി അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഒരുമിച്ച് ഓടാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله صلى الله على محمد صلى الله عليه وسلم.